നമസ്കാരം. സിന്ധു നദീജല ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ പാകിസ്ഥാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന നടപടികളുമായി ഇന്ത്യ മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഉടമ്പടിയിലെ നിയന്ത്രണങ്ങൾ കാരണം തടസ്സപ്പെട്ട് കിടക്കുന്ന നിരവധി ജലവൈദ്യുത പദ്ധതികൾക്ക് വേഗം കൂട്ടാൻ ഇന്ത്യൻ സർക്കാർ പദ്ധതിയിടുന്നു. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുമ്പ് 6 മാസത്തെ അറിയിപ്പ് നൽകേണ്ടത് ഉടമ്പടിയിലെ പ്രധാന വ്യവസ്ഥയായിരുന്നു. ഇതിനു പുറമെ സിന്ധു ജല ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ചർച്ചകളും ഇന്ത്യ റദ്ദാക്കാൻ ആലോചിക്കുന്ന സൂചനകളുമുണ്ട്. ഇക്കോണമിക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചിനാബ്, ജലം, സിന്ധു നദികളിലെ ജലവൈദ്യുത പദ്ധതികളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് കിരു മുതൽ ക്വാർ മേഖലയിലെ പദ്ധതികൾക്ക് ഇന്ത്യ ഊന്നൽ നൽകും. ഈ നീക്കത്തിലൂടെ ഹിമാലയൻ മേഖലയിൽ ഏകദേശം 10,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മുമ്പ് ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ എതിർപ്പ് ഉന്നയിച്ചതിനാൽ ഈ പദ്ധതികളിൽ പലതും വൈകുകയായിരുന്നു. വെള്ളപ്പൊക്ക വിവരങ്ങൾ സൂചിപ്പിക്കുന്ന ജലവൈദ്യുത ഡാറ്റ പാകിസ്ഥാനുമായി പങ്കുവെക്കുന്നത് നിർത്തലാകുന്നതും ഇന്ത്യയുടെ പരിഗണനയിലുള്ള മറ്റൊരു കാര്യമാണ്. സിന്ധു ജല ഉടമ്പടി പ്രകാരം ഇന്ത്യ പ്രതിമാസവും 3 മാസം കൂടുമ്പോഴും ഇത്തരം വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറേണ്ടതുണ്ട്. 540 മെഗാവാട്ട് ക്വാർ, 1000 മെഗാവാട്ട് പാക്കൽ ദുൽ, 625 മെഗാവാട്ട് കിരു, 390 മെഗാവാട്ട് കീർത്തായ് 1, 930 മെഗാവാട്ട് കീർത്തായ് 2, 1856 മെഗാവാട്ട് സാവൽകോട്ട് തുടങ്ങിയ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ ജമ്മു സർക്കാരിലെ വൈദ്യുത വിതരണം ഗണ്യമായി വർദ്ധിക്കും. പ്രാദേശികമായി വൈദ്യുതി ലഭ്യത കൂട്ടുന്നതിനൊപ്പം ഈ പദ്ധതികൾ ഇന്ത്യയുടെ സുരക്ഷാ ലക്ഷ്യങ്ങൾക്കും കരുത്തേകും. സിന്ധു ജല ഉടമ്പടിയിലെ തടസ്സങ്ങൾ കാരണം തുൾബുൾ, ബഗ്ലിഹാർ, കിഷൻഗംഗ, റാറ്റ്ലെ, ഉറി, ലോവർ കൽനായ് തുടങ്ങിയ പല പ്രധാന പദ്ധതികളും വൈകിയിരുന്നു. ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നതോടെ ഈ പദ്ധതികൾ പുനരാരംഭിക്കാനും കഴിയും. കൂടാതെ നിലവിലുള്ള അണക്കെട്ടുകളിൽ ജലസംഭരണിയിലെ ചെളി നീക്കം ചെയ്യാൻ ഇന്ത്യക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അണക്കെട്ടുകളിലെ സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും കാര്യക്ഷമത കൂട്ടാനും സിന്ധു ജല ഉടമ്പടി തടസ്സമായിരുന്നു. എന്നാൽ ഉടമ്പടിയിലെ നിയന്ത്രണങ്ങൾ നീങ്ങുന്നതോടെ ഈ സാങ്കേതിക വിദ്യ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാനും അണക്കെട്ടുകളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും വൈദ്യുതി ഉൽപാദനം മെച്ചപ്പെടുത്താനും ഇന്ത്യക്ക് സാധിച്ചേക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന ബിയാസ്, രാവി, സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു, ചിനാബ്, ജലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിച്ചു. എങ്ങനെ ജലം പങ്കുവെക്കും എന്നതിനെ കുറിച്ചായിരുന്നു ഉണ്ടാക്കിയ വ്യവസ്ഥകൾ. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ആദ്യം ഇന്ത്യയിൽ കൂടി ഒഴുകുന്നതിനാൽ അതിലെ ജലം ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുതോൽപാദനത്തിനും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളെ ഇന്ത്യ തിരിച്ചുവിട്ട് പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയും ഉണ്ടാകുമോ, പ്രത്യേകിച്ചും യുദ്ധകാലത്ത് എന്ന പാകിസ്ഥാന്റെ പേടിയിൽ നിന്നുമാണ് ഇത്തരമൊരു കരാർ ഉടലെടുത്തത്. 1960 ഈ കരാർ അംഗീകരിച്ചതിനു ശേഷം വെള്ളത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായിട്ടില്ല. കരാറിലെ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരാതികളും തർക്കങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇന്ന് ലോകത്തുള്ള നദീജല പങ്കുവയ്ക്കൽ കരാറുകളിൽ ഏറ്റവും വിജയകരമായ ഒന്നായി സിന്ധു നദീജല ഉടമ്പടി കരുതപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെയും മറ്റു ചില കാര്യങ്ങളും ഉൾപ്പെടുത്തി കരാർ പുതുക്കേണ്ടതാണെന്ന് അഭിപ്രായം നിലവിലുണ്ട്. കരാർ പ്രകാരം സിന്ധു നദിയിലെ 20% വെള്ളം മാത്രമേ ഇന്ത്യക്ക് ഉപയോഗിക്കാനാവൂ. 80% പാകിസ്ഥാന് ഉപയോഗിക്കാവുന്ന തരത്തിലായിരുന്നു കരാർ. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഇന്ത്യ ഈ കരാറിൽ നിന്നും പിന്മാറിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പഹൽഗാമിലെ തീവ്രവാദ ആക്രമണം ഈ കരാർ മരവിപ്പിക്കാൻ ഉൾപ്പെടെ പല നിർണായക തീരുമാനങ്ങളും ഇന്ത്യ എടുത്തുകൊണ്ടിരിക്കുകയാണ്.